അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പ്രിയമുള്ളവരെ, യഥാർത്ഥത്തിൽ നമ്മുടെ ബാസിലിന്റെ ഇന്റർവ്യൂ മുജാഹിദിന് വലിയ തലവേദനയാണ് സൃഷ്ടിച്ചിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ ഒരു പ്രസ്താവന ഒന്ന് കേട്ടു നിങ്ങൾ. അവിടെ കൂടുതലായിട്ടും എന്ത് ചെയ്തിട്ടുണ്ട്, പ്രമാണങ്ങളിലേക്ക് തിരിച്ചു പോവുക, ഖുർആനിലേക്കും ഹദീസിലേക്കും തിരിച്ചു പോവുക, ബാക്ക് ടു ടെക്സ്റ്റ് എന്ന് മാത്രമല്ല, അതെല്ലാവരും പറയുന്നൊരു കാര്യമാണ്. ഇപ്പോൾ നമ്മൾ സുന്നി സംഘടനകളിലുള്ളവരാകട്ടെ അല്ലെങ്കിൽ ജമാഅത്ത് ഏത് ധാരയിലുള്ളവരോട് ചോദിച്ചാലും എല്ലാവരും പറയുക ഖുർആനും ഹദീസുമാണ് അടിസ്ഥാനം എന്നുള്ളത് തന്നെയാണ്. പക്ഷേ സലഫി എന്ന് പറയുമ്പോൾ സലഫി എന്നുള്ള ആ പദത്തിൽ തന്നെയുണ്ട് അതിൻ്റെ അടിസ്ഥാനം എന്ന് വെച്ചാൽ ആ ഖുർആനിനെ അല്ലെങ്കിൽ ഹദീസിനെ എങ്ങനെ മനസ്സിലാക്കണം. അത് സലഫ് എന്ന് പറഞ്ഞാൽ മുൻഗാമികൾ എന്നുള്ളതാണ്. മുൻഗാമികൾ മനസ്സിലാക്കിയതുപോലെ തന്നെ മനസ്സിലാക്കണം, അല്ലാതെ നമുക്ക് ഓരോരുത്തർക്കും തോന്നുന്ന ഒരു വ്യാഖ്യാനം അതിന് കൊടുക്കരുത്. ഇതാണ് ഒരു സലഫി ലൈനിന്റെ ഒരു അടിസ്ഥാനം എന്ന് പറയുന്നത്. കേട്ടില്ലേ? അതായത് നമുക്ക് ഓരോരുത്തർക്കും തോന്നുന്ന വ്യാഖ്യാനം കൊടുക്കരുത്. മുൻഗാമികൾ എന്താണോ നമുക്ക് പഠിപ്പിച്ചു തന്നത് അത് വെച്ച് വേണം പ്രമാണങ്ങളെ മനസ്സിലാക്കാൻ. പൊന്നാര ബാസിലെ, ഇത്രയും കാലം ഇവിടെ സുന്നികൾ പറയുന്നതും അത് തന്നെയാണല്ലോ. ഖുർആനും സുന്നത്തും നമ്മുടെ ബുദ്ധിക്കും യുക്തിക്കും അനുസരിച്ച് വ്യാഖ്യാനിക്കരുത്. നമ്മുടെ ഇമാമികൾ, മുൻഗാമികൾ, സലഫു സ്വാലിഹീങ്ങൾ എങ്ങനെയാണോ നമുക്ക് വ്യാഖ്യാനിച്ചു തന്നത്, എങ്ങനെയാണോ പഠിപ്പിച്ചു തന്നത് അതനുസരിച്ച് വേണം പ്രമാണങ്ങളെ മനസ്സിലാക്കാൻ എന്നാണ് ഇത്രയും കാലം സുന്നികൾ പറഞ്ഞത്. അപ്പൊ നിങ്ങളും ആ ലൈനിലേക്ക് എത്തി. നിങ്ങളിപ്പോ അഭിമാനത്തോടെ പറയുന്നുണ്ട് ഓരോരുത്തരും സ്വന്തമായി വ്യാഖ്യാനിക്കരുത്, മുൻഗാമികൾ എങ്ങനെയാണോ വ്യാഖ്യാനിച്ചത് മനസ്സിലാക്കിയത് അതുപോലെ വേണം മനസ്സിലാക്കാൻ. ഇത് തന്നെയാണ് ഇത്രയും കാലം സുന്നികൾ ഇവിടെ പറഞ്ഞു വന്നത്. യഥാർത്ഥത്തിൽ നിങ്ങളുടെ ഈ സ്റ്റേറ്റ്മെന്റുകൾക്കിടയിൽ തന്നെ വലിയ തലവേദനയാണ് സൃഷ്ടിച്ചത് എന്ന് വളരെ വ്യക്തമാണ്. കാരണം നിങ്ങൾ ഇത്രയും കാലം പഠിപ്പിച്ചത് അങ്ങനെയായിരുന്നില്ല. മുജാഹിദ് പ്രസ്ഥാനം ഇത്രയും കാലം ഈ സമുദായത്തിൽ ഉണ്ടാക്കിയ ഏറ്റവും വലിയ കുത്തിത്തിരിപ്പ് അതായിരുന്നു. മഹാന്മാരായ മുൻഗാമികളെ തള്ളുക എന്നതായിരുന്നു. സ്വന്തമായി ഖുർആനും സുന്നത്തും നോക്കി ഗവേഷണം ചെയ്യുക എന്നതായിരുന്നു. ഞാൻ വെറുതെ പറയുന്നതല്ല, എത്രയോ തെളിവുകൾ നമുക്കുണ്ട്. ഗൾഫ് സൽഫിസവും മുജാഹിദ് പ്രസ്ഥാനവും എന്ന് പറയുന്ന പുസ്തകം അതിന്റെ 116 പേജിൽ എഴുതി വെക്കുകയാണ്, ശ്രദ്ധിച്ചോളണേ, എല്ലാവരും ഖുർആനിൽ നിന്നും നബിചര്യയിൽ നിന്നും നേരിട്ട് വിധികൾ സ്വീകരിക്കാൻ കഴിവുള്ളവരായി തീർന്നു. മുജാഹിദ് മൗലവിമാരെ കുറിച്ച് പറയാണ്, എല്ലാവരും ഖുർആനിൽ നിന്നും നബിചര്യയിൽ നിന്നും നേരിട്ട് വിധികൾ സ്വീകരിക്കാൻ കഴിവുള്ളവരായി തീർന്നു. അങ്ങനെ ഇന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ തനി മുജിത്തഹിദുകളുള്ള ബ്രാക്കറ്റില് മുജിത്തഹിദ് മുത്തലഖ് പ്രദേശം നമ്മുടെ കൊച്ചു കേരളം തന്നെയാണെന്നതിൽ സന്ദേഹം ഇല്ല. നമ്മുടെ മസ്ജിദുകളിലെ 100 കണക്കിന് ഖത്തീബുമാരും പ്രബോധന വിഭാഗത്തിന്റെ കീഴിലുള്ള അനേകം പ്രബോധകരും ജംഇയ്യത്തുൽ ഉലമയിലെ മുഴുവൻ അംഗങ്ങളും ഒരു മദ്ഹബും സ്വീകരിക്കാതെ ഇജ്തിഹാദ് നടത്തുന്നവരാണല്ലോ. നമ്മുടെ അഭിമാനകരമായ ഈ നേട്ടത്തെ സയ്യിദ് ജമാലുദ്ദീൻ അഫ്ഗാനിയുടെയും മുഹമ്മദ് അബ്ദുവിന്റെയും ശിഷ്യഗണങ്ങൾ അറിഞ്ഞെങ്കിൽ വിലമതിക്കാനിടയുണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, എത്ര അഭിമാനത്തോടെയാണ് ഇവരിത് എഴുതി വെച്ചത്. കേരളത്തിലെ 100 കണക്കിന് മുജാഹിദ് പള്ളിയിലെ മൗലവിമാർ മുജിത്തഹിദുകളാണ് എന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കണം. അവർക്കതിൽ അഭിമാനം ഉണ്ട് എന്ന്. ഇപ്പൊ ബാസിൽ പറഞ്ഞത് എന്താ? ഇതിന് നേരെ വിപരീതം. മുൻഗാമികൾ മനസ്സിലാക്കിയതുപോലെ മനസ്സിലാക്കണം. അത് തന്നെയാണ് ബാസിലെ ഇത്രയും കാലം ഇവിടെ സുന്നികൾ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇത് കഴിഞ്ഞില്ല. നിങ്ങൾ എത്രമാത്രം മുൻഗാമികളെ തള്ളിപ്പറഞ്ഞിട്ടുണ്ട് എന്നത് ഇവിടെ നിങ്ങൾ എഴുതി വെച്ച രേഖകൾ സാക്ഷിയാണ്. നിങ്ങൾ സ്വഹാബത്തിനെ കുറിച്ച് പറഞ്ഞതെന്താ? കേരളത്തിലെ മുസ്ലിയാക്കൾ ചെയ്യുന്നത് ദീനിൽ തെളിവില്ലാത്തതുപോലെ സ്വഹാബത്തും ദീനിൽ തെളിവല്ല എന്നാണ്. എത്ര ഗൗരവമായ പ്രസ്താവനയാണ് നടത്തിയത്, എത്ര ഗൗരവമാണ് നിങ്ങൾ എഴുതി വെച്ചത്. കേരളത്തിലെ മുസ്ലിയാക്കൾ ദീനിൽ തെളിവല്ലാത്തതുപോലെ ബഹുമാനപ്പെട്ട സ്വഹാബത്ത് റളിയല്ലാഹു അൻഹും ദീനിൽ തെളിവല്ല എന്ന് നിങ്ങൾ എഴുതി വെച്ചു. ഇതൊന്നും വെറുതെ പറയുന്നതല്ല, രേഖകൾ സാക്ഷിയാണ്. നിങ്ങൾ നോക്ക്, ജുമുഅ ഖുതുബ മദ്ഹബുകളിൽ എന്ന് പറയുന്ന പുസ്തകം അത് എഴുതിയതാരാണ്? MT അബ്ദുറഹ്മാൻ മൗലവിയാണ്. ഈ MT അബ്ദുറഹ്മാൻ മൗലവി എഴുതിയ ജുമുഅ ഖുതുബ മദ്ഹബുകൾ എന്ന പുസ്തകത്തിലെ 54 പേജിലാണ് എഴുതി വെച്ചത്, കേരളത്തിലെ മുസ്ലിയാക്കൾ ചെയ്യുന്നത് ദീനിൽ തെളിവില്ലാത്തതുപോലെ അവർ ചെയ്യുന്നതും, അതായത് സ്വഹാബത്തുകൾ ചെയ്യുന്നതും ദീനിൽ തെളിവില്ലാന്ന്. അപ്പൊ ആരാണ് മുൻഗാമികളെ തള്ളിപ്പറഞ്ഞത്?
ആരാണ് സ്വഹാബത്തിനെ തള്ളി പറഞ്ഞത്? മുജാഹിദുകളെ, നിങ്ങളാണ്. ഇതുകൊണ്ടൊന്നും തീർന്നില്ല, എത്രയോ നിങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. ഗൾഫ് സലഫിസവും മുജാഹിദ് പ്രസ്ഥാനം എന്ന് പറയുന്ന പുസ്തകം, ഈ പുസ്തകത്തിൽ ജുമുഅ ഈദ് നമസ്കാരങ്ങൾ എന്ന് പറയുന്ന ഹെഡിങ്, അതിൽ നിങ്ങൾ പറയുന്നുണ്ട് വെള്ളിയാഴ്ചയിലെ 2-ാം ബാങ്ക് എന്നൊരു വിഷയം എടുത്തു വെച്ച് നിങ്ങൾ എഴുതുകയാണ്, വെള്ളിയാഴ്ച 2 ബാങ്കുകൾ വിളിക്കുന്ന സമ്പ്രദായം കേരളത്തിലെ സുന്നി പള്ളികളിൽ സർവ്വസാധാരണമാണ്. അങ്ങനെയാണ്, കേരളത്തിലെ സുന്നി പള്ളികളിൽ വെള്ളിയാഴ്ച 2 ബാങ്കുണ്ട്. മുജാഹിദ് പള്ളികളിൽ ഒരൊറ്റ ബാങ്ക് മാത്രമേ നിലവിലുള്ളൂ. മുജാഹിദ് പള്ളികളിൽ 1 ബാങ്കേ നിലവിലുള്ളൂ. 2 ബാങ്ക് വിളിക്കൽ അനാചാരവും ബിദ്അത്തുമായാണ് മുജാഹിദുകൾ എണ്ണുന്നത്. മുജാഹിദിന്റെ ഭാഷയിൽ വെള്ളിയാഴ്ചയിലെ 2 ബാങ്ക് അത് ബിദ്അത്തും അതുപോലെ അനാചാരവുമാണ്. എന്നാൽ ശ്രദ്ധിച്ചോളണം, ഇവർ എഴുതി വെക്കുകയാണ്, എന്നാൽ ഗൾഫിലെ സലഫി പള്ളികളിൽ 2 ബാങ്ക് വിളിക്കുന്ന സമ്പ്രദായം ഇന്നും നിലനിൽക്കുന്നു. അപ്പൊ ഗൾഫിലെ പള്ളികളിൽ 2 ബാങ്കുണ്ട്, അത് അനാചാരമല്ലെന്ന് അവർ വിശ്വസിക്കുന്നു. ഷെയ്ഖ് ഇബ്നു ബാസിന്റെ അധ്യക്ഷതയിൽ സൗദിയിലെ ഫത്വ ബോർഡ് നൽകിയ വിധി ഇപ്രകാരമാണ്. എന്നിട്ട് ഇബ്നു ബാസ് ആരാണ്? ഇവിടെയുള്ള പുത്തൻവാദികളുടെ വലിയ നേതാവായ അവർ അംഗീകരിക്കുന്ന ഷെയ്ഖാണ്. ആ ഷെയ്ഖ് നൽകുന്ന ഫത്വ എന്താണ്? അദ്ദേഹത്തോടൊരു ചോദ്യം, വെള്ളിയാഴ്ചയിലെ ആദ്യത്തെ ബാങ്ക് ബിദ്അത്താണോ? അദ്ദേഹത്തോട് ചോദിക്കുമ്പോ അദ്ദേഹം അതിന് മറുപടി പറയുന്നു, നിങ്ങൾ എന്റെയും എനിക്ക് ശേഷമുള്ള സന്മാർഗചാരികളായ ഖുലഫാഉ റാഷിദുകളുടെയും ചര്യയെ പിന്തുടരുക, അതിനെ നിങ്ങൾ മുറുകെ പിടിക്കുക, അണപ്പല്ലുകൾ കൊണ്ട് കടിച്ചു പിടിക്കുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും അബൂബക്കർ, ഉമർ തുടങ്ങിയവരുടെയും കാലത്ത് ഇമാം മിമ്പറിൽ ഇരിക്കുമ്പോഴാണ് ബാങ്ക് വിളിച്ചിരുന്നത്. ഉസ്മാന്റെ കാലത്ത് റളിയല്ലാഹു അൻഹു മറ്റൊരു ബാങ്ക് കൂടി ആജ്ഞാപിക്കപ്പെട്ടു. ഖുലഫാഉ റാഷിദയുടെ ചര്യ അനുധാവനം ചെയ്യാൻ നമ്മോട് കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു. അതിനാൽ ആ ബാങ്ക് ബിദ്അത്തല്ല. അപ്പോ ഗൾഫിലെ ഇവരുടെ ഷെയ്ഖായ ഇബ്നു ബാസ് പറയുന്നു, ആ 2-ാം ബാങ്ക് ഉസ്മാൻ തങ്ങളുടെ കാലഘട്ടത്തിൽ നടപ്പാക്കിയ ആ 2-ാം ബാങ്ക് ബിദ്അത്തല്ല. കാരണം ഖുലഫാഉ റാഷിദീന്റെ ചര്യ മുറുകെ പിടിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മോട് കൽപ്പിച്ചിട്ടുണ്ട് എന്ന്. എന്നാൽ ഇവിടെയുള്ള കേരളത്തിലെ സലഫികൾ, കേരളത്തിലെ മുജാഹിദുകൾ പറയുന്നു ആ 2-ാം ബാങ്ക് ബിദ്അത്തും അനാചാരവുമാണ് എന്ന്. ചോദിച്ചോട്ടെ ബാസിലെ, പിന്നെ ഏത് മുൻഗാമികളെയാണ് നിങ്ങൾ പിന്തുടരുന്നത്? നിങ്ങളിപ്പോ റിപ്പോർട്ടർ ചാനലിന്റെ ചർച്ചയിൽ വന്നിരുന്നിട്ട്, അഭിമുഖത്തിൽ വന്നിരുന്നിട്ട് വലിയ വായിൽ പറഞ്ഞല്ലോ, ഞങ്ങൾ സലഫികൾ എന്ന് പറഞ്ഞാൽ പ്രമാണങ്ങളെ മുൻഗാമികളിലൂടെ മനസ്സിലാക്കുന്നവരാണ് എന്ന്. ഉസ്മാൻ തങ്ങളെ കാലഘട്ടത്തിൽ നടപ്പിലാക്കിയ ഈ ബാങ്ക് എന്തേ നിങ്ങൾക്ക് അനാചാരമായത്? എന്തേ നിങ്ങളെ പള്ളികളിൽ കൊടുക്കാത്തത്? നിങ്ങളുടെ ഷെയ്ഖായ ഇബ്നു ബാസ് പോലും സൗദിയിൽ നിന്ന് ഫത്വ കൊടുത്തത് ബിദ്അത്തല്ല, അനാചാരമല്ല. പക്ഷേ കേരളത്തിലെ സലഫികളായി നിങ്ങൾ ഇന്നും അത് നടപ്പിലാക്കുന്നില്ല. അപ്പൊ നിങ്ങൾ മുൻഗാമികൾ അംഗീകരിക്കുന്നുണ്ടോ? നിങ്ങൾ സ്വഹാബത്തിനെ അംഗീകരിക്കുന്നുണ്ടോ? അപ്പൊ നിങ്ങൾ സ്വഹാബത്തിനെയും മുൻഗാമികളെയും ഒന്നും അംഗീകരിക്കുന്നില്ല. എന്നിട്ട് ഇങ്ങനെയുള്ള ചർച്ചകളിൽ വന്ന് വലിയ വായിൽ നിങ്ങൾ വിളിച്ചു പറയും അതല്ല, ഞങ്ങൾ അവരൊക്കെ അംഗീകരിക്കുന്നവരാണ് എന്ന്. നോക്കൂ, നിങ്ങൾ ഗൾഫ് സലഫിസവും മുജാഹിദ് പ്രസ്ഥാനവും എന്ന് പറയുന്ന പുസ്തകത്തിൽ മറ്റൊരു സ്ഥലത്ത് അവർ എഴുതി വെച്ചിട്ടുണ്ട്, ഖുലഫാഉ റാഷിദയുടെ വീക്ഷണങ്ങൾ പോലും തെളിവായി അംഗീകരിക്കാത്ത മുജാഹിദുകളുമായി സലഫികൾക്ക് പല കാര്യങ്ങളിലും ഇതുമൂലം അഭിപ്രായ വ്യത്യാസം ഉണ്ടായി. വെള്ളിയാഴ്ചയിലെ 2 ബാങ്ക്, തറാവീഹിന്റെ റക്അത്തുകളുടെ എണ്ണം തുടങ്ങിയവയിലുള്ള അന്തരം ഇങ്ങനെ ഉണ്ടായവയാണെന്ന് പറയാം. അപ്പൊ ഗൾഫിലുള്ള സലഫികൾക്ക് തറാവീഹ് 20 അവർക്ക് ജുമുഅ ദിവസം 2 ബാങ്കുണ്ട്. എന്നാൽ കേരളത്തിലെ സലഫികൾക്കോ അവർക്ക് വെള്ളിയാഴ്ച 1 ബാങ്കാണുള്ളത്. അതുപോലെ തറാവീഹ് നിസ്കാരം 20 റക്അത്തല്ല. ഇവർ ഈ പുസ്തകത്തിൽ എഴുതി വെച്ചത് എന്താണ്? ഖുലഫാഉ റാഷിദയുടെ വീക്ഷണങ്ങൾ പോലും തെളിവായി അംഗീകരിക്കാത്ത മുജാഹിദുകളുമായി. അപ്പോൾ കേരളത്തിലെ മുജാഹിദുകൾ ഖുലഫാഉ റാഷിദയുടെ വീക്ഷണങ്ങൾ തെളിവായി അംഗീകരിക്കുന്നില്ല. അപ്പൊ നിങ്ങൾ പച്ച മലയാളത്തിൽ എഴുതി വെച്ച ധാരാളം രേഖകളാണ് ഞങ്ങളുടെ കൈകളിലുള്ളത്. അതിലൊക്കെ നിങ്ങൾ വ്യക്തമായി മുൻഗാമികളെ തള്ളിപ്പറഞ്ഞിട്ടുണ്ട്, മുൻഗാമികളെ ആക്ഷേപിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ യഥാർത്ഥത്തിൽ ആളുകളെ ക്ഷണിച്ചത്
പഠിപ്പിച്ചത് യുക്തിക്കും ബുദ്ധിക്കും അനുസരിച്ച് ഖുർആനിനെയും സുന്നത്തിനെയും വ്യാഖ്യാനിക്കാനാണ് അവരെ നിങ്ങൾ പഠിപ്പിച്ചത്. അതിന്റെ തിക്തഫലം എന്നോണം ഇന്ന് ആളുകൾ യുക്തിവാദത്തിലേക്ക് ചേക്കേറുന്നുണ്ടെങ്കിൽ അവരുടെ പിന്നാമ്പുറങ്ങൾ പരിശോധിച്ചാൽ നമുക്ക് വ്യക്തമായി കാണാൻ കഴിയും. അവരൊക്കെ പോയത് മതയുക്തിവാദികളായ പുത്തൻ പ്രസ്ഥാനക്കാരിൽ നിന്നാണ്. അവർ ആദ്യം പുത്തൻ പ്രസ്ഥാനക്കാരായിരുന്നു, പിന്നെ ഒന്നുകൂടി ഡോസ് കൂടിയതിലേക്ക് അവർ കടന്നു ചെന്നു, തനി യുക്തിവാദത്തിലേക്ക് കടന്നു ചെന്നു. അതിനെല്ലാം അവർക്ക് പ്രചോദനം നൽകിയത് മുൻഗാമികൾ അംഗീകരിക്കാതെ മഹാന്മാരായ ഇമാമികൾ മനസ്സിലാക്കി തന്നതിനെ പാടെ വിസ്മരിച്ചുകൊണ്ട് നിങ്ങൾ ബുദ്ധിക്കും യുക്തിക്കും അനുസരിച്ച് പ്രമാണങ്ങളെ മനസ്സിലാക്കി. അതുകൊണ്ട് ബാസിലെ, നിങ്ങൾ ഇപ്പോൾ ഈ റിപ്പോർട്ടർ ചാനൽ വന്നിരുന്ന് പറഞ്ഞത് നിങ്ങൾ പോലും അംഗീകരിക്കാത്ത കാര്യമാണ്. അതല്ല, ഇപ്പൊ നിങ്ങൾക്ക് അതൊരു ബോധം വന്നതാണെങ്കിൽ അതും സ്വാഗതാർഹമാണ്. ഇനിയും മടങ്ങാനുള്ള അവസരം എത്രയുമുണ്ട്. അതുകൊണ്ട് മുൻഗാമികൾ നമുക്ക് കാണിച്ചു തന്ന മാതൃക, അവർ പ്രമാണങ്ങളെ മനസ്സിലാക്കിയ, അവർ പ്രമാണങ്ങളെ നമുക്ക് മനസ്സിലാക്കി തന്നതുപോലെ മനസ്സിലാക്കുക എന്ന് മാത്രമാണ് ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്താനുള്ളത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.